ലൈറ്റ് ഹൗസിൻ്റെ പെയിൻറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഫാബ്രിയാനോ ആണ് പേപ്പർ 300 GSM. ക്യാംലിൻ്റെ വാട്ടർ കളേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സാപ്പ് ഗ്രീൻ, ക്രിംസൺ ലേക്ക്, ഓറഞ്ച്, കൊബാൾട്ട് ബ്ലൂ, ഈ കളറുകളാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിനകത്ത് വിനിയോഗിക്കുന്നത്. പോർട്രേറ്റ് സ്റ്റൈലിലുള്ള ഒരു പേപ്പർ ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അതൊരു ബേസിക് സ്കെച്ചാണ് തയ്യാറാക്കുന്നത്. കോവളത്ത് നമ്മൾ സാധാരണ കാണുന്ന ഒരു ദൃശ്യമാണ് ഇതിൻ്റെ റെഫറൻസ് ഇമേജ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മളെല്ലാവരും സാധാരണ വിസിറ്റ് ചെയ്യുന്ന ഒരു സീനാണ്. ബാക്ക്ഗ്രൗണ്ടാണ് ആദ്യം ചെയ്യുന്നത്. ലൈറ്റ് ഹൗസിൻ്റെ ഹൈലൈറ്റ് ചെയ്യുന്ന പോർഷൻ മാത്രം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പേപ്പർ വൈറ്റ് തന്നെ ആക്കി വെച്ചുകൊണ്ടാണ് ബാക്കി ഭാഗം പെയിൻറ് ചെയ്ത് ചേർക്കുന്നത്. കൊബാൾട്ട് ബ്ലൂ, ക്രിംസൺ ലേക്കുമാണ് മിക്സ് ചെയ്യുന്നത്. അല്പം ഓറഞ്ച്, സ്കൈ പാർട്ടാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. വാട്ടർ കളർ മിക്സിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ നമുക്ക് വേറെ തന്നെ ചാനലിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് കളർ മിക്സിങ്ങിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷനും മലയാളത്തിൽ അത് നോക്കിയാൽ കിട്ടുന്നതാണ്. അതിനായിട്ട് ചാനലിൻ്റെ പ്ലേലിസ്റ്റ് പരിശോധിക്കുക. സാപ്പ് ഗ്രീൻ എടുത്ത് മിക്സ് ചെയ്യാം. സാപ്പ് ഗ്രീനും യെല്ലോയും മിക്സ് ചെയ്തിട്ടാണ് അതിൻ്റെ ലാൻഡ് ഏരിയയാണ് നമ്മൾ ചെയ്യുന്നത്. ഫ്രഷ് പേപ്പറിൽ, ഡ്രൈ ആയിട്ടുള്ള പേപ്പറിൽ വെറ്റായിട്ടുള്ള പെയിൻറ് ഉപയോഗിച്ചാണ് ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഏതെങ്കിലും ചെറിയ പോർഷൻസ് നമുക്ക് വൈറ്റ് ഏരിയ ആവശ്യമുണ്ടെങ്കിൽ അത് നേരത്തെ പ്രീ പ്ലാൻ ചെയ്ത് നമ്മൾ അതേപോലെ തന്നെ ലീവ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ പാറയുടെ ചില ഭാഗങ്ങളാണ് ഞാൻ ഈ വൈറ്റ് ഏരിയ ആയിട്ട് ലീവ് ചെയ്തിട്ട് പെയിൻറ് ചെയ്ത് പോകുന്നത്. ഒരേ കളർ തന്നെ ഉപയോഗിക്കണമെന്നില്ല. മിക്സ് ചെയ്തിട്ട് ഒരു ലാൻഡിൻ്റെ കളർ ടോൺ കൂടി കിട്ടുന്ന രീതിയിൽ ഒരേ സമയം ചെയ്ത് മുന്നോട്ട് പോകാം. ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഡാർക്ക് ഷെയ്ഡുകൾ വരുന്ന ഭാഗങ്ങൾ അതോടൊപ്പം തന്നെ ചെയ്ത് പോകാം. അവ ഉണങ്ങുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള ഒരു ഇഫക്റ്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. സിന്തറ്റിക് ഫ്ലാറ്റ് ബ്രഷും നാച്ചുറൽ ഹെയർ ബ്രഷുകളും മിക്സ് ചെയ്ത് നമ്മൾ സൗകര്യാർത്ഥം ഉപയോഗിക്കുന്നുണ്ട്. ബ്രഷോയുടെ ബ്രഷ് സെറ്റിൽ നിന്നുള്ള ബ്രഷുകളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. റെഫറൻസ് ഇമേജ് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മൊത്തം പ്ലാൻ നമ്മളെ മനസ്സിൽ വേണം. ഏതൊക്കെ കളറുകളാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഏത് വിധത്തിലാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കൃത്യമായൊരു പദ്ധതി തയ്യാറാക്കിയിട്ട് വേണം പെയിന്റിങ് ചെയ്യുന്നതിന്. താഴെ ഭാഗം സി ആണ്. അത് നമ്മൾ മുഴുവനും നനച്ചതിന് ശേഷമാണ് വാട്ടറിൻ്റെ ഒരു ഇഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പെയിൻറ് ചെയ്യുന്നത്. ബ്ലൂ കളറാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അൾട്രാമറൈൻ ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. ഏറ്റവും വെറ്റ് രീതിയാണ്. ചെറിയ രീതിയിൽ നമ്മൾ ടച്ച് ചെയ്താൽ തന്നെ കളർ മിക്സ് ചെയ്തിട്ട് ലയിച്ച് പേപ്പറിൽ ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് എന്ത് ഇഫക്റ്റാണോ നമുക്ക് പേപ്പറിൽ വേണ്ട ആ രീതിയിൽ നമ്മൾ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്ത് മുന്നേറുക. വെറ്റ് ഓൺ വെറ്റ് മെത്തേഡാണ്. വളരെ ചെറിയ ഏരിയ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ക്രമേണ പെയിൻറ് വെള്ളവുമായി മിക്സ് ചെയ്തുകൊണ്ട് കുറച്ചധികം ഏരിയയിലേക്ക് അത് സ്പ്രെഡ് ചെയ്ത് വരും. അല്പം കൂടി കളർ ഉപയോഗിച്ചിട്ടത് ചെയ്യാം.
ലൈറ്റ് ഹൗസിൻ്റെ പാർട്ടുകൾ നമുക്ക് ചെയ്തു പോകാം. ആ ഭാഗം മുഴുവനായിട്ടും ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വ്യക്തമായി കാണുന്ന രീതിയിൽ ആണ് നമ്മൾ ചെയ്തിട്ട് മുന്നേറുന്നത്. ചെറിയ ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിക്കാം. ചുവന്ന പെയിൻറ് കൂടി ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് അതിനുള്ളത്. ലൈറ്റ് ഹൗസിനോട് ചേർന്നിട്ടുള്ള ഒരു ബിൽഡിംഗ് കൂടി നമുക്ക് കാണാം. ആക്ച്വലി ഇത് ഒരുപാട് തെങ്ങുകളുടെ ഇടയിലുള്ള ഒരു സ്ട്രക്ചറാണ്. ബിൽഡിങ്ങിൻ്റെ മുഴുവൻ ഭാഗങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല. വളരെ ദൂരെയാണ് തെങ്ങുകൾ എന്നുള്ളത് കൊണ്ടും ലൈറ്റ് ഹൗസിൻ്റെ ഹൈറ്റ് വളരെ കൂടുതലാണ് എന്നുള്ളതും ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ തെങ്ങുകളുടെ ഒരു അനുപാതം നിർണയിച്ച് അതിനനുസരിച്ചിട്ട് ബ്രഷ് വർക്ക് ചെയ്യാൻ. വളരെ ചെറിയ ടച്ച് വർക്കുകൾ മാത്രമേ ഉള്ളൂ. ആ രൂപത്തിലാണ് കാണുന്നത്. ലൈറ്റ് ഹൗസിൻ്റെ ഷെയ്ഡ് ഉള്ള ഭാഗങ്ങൾ കൂടി കുറച്ചുകൂടി ഡാർക്ക് കളർ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ട് വ്യത്യാസപ്പെടുത്താം. താഴെയുള്ള പാറക്കെട്ടുകളും വെള്ളത്തിൻ്റെ ഭാഗങ്ങളും ചെയ്യുമ്പോൾ അവ തമ്മിൽ വ്യത്യാസപ്പെടുത്തി പ്രത്യേകം കാണുന്ന രീതിയിൽ പെയിൻറ് ചെയ്ത് പോകാം. താഴ്ഭാഗം ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഡീറ്റെയിൽസ് നമ്മൾ വെള്ളത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചെയ്യുന്നത്. കുറച്ചുകൂടി നല്ല ഡാർക്ക് കളർ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പാറയുടെയും മറ്റു ഭാഗങ്ങൾ മുകളിലുള്ളതാണ് പെയിൻറ് ചെയ്യുന്നത്. അതുപോലെ തെങ്ങിൻ്റെ തടിയുടെ ഭാഗം
ഫിഗേഴ്സ് വളരെ ചെറിയ ഫിഗേഴ്സാണ്. വ്യത്യസ്ത നിറങ്ങൾ ഉപയോഗിച്ച് നമ്മൾ പെയിൻറ് ചെയ്യുകയാണ്. വളരെ ഡിസ്റ്റൻസിലാണെന്ന് ആലോചിക്കണം. അനുപാതം പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് വേണം ആ ഭാഗങ്ങൾ ചെയ്യാൻ. ഇത്തരം ഫിഗറുകൾ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും വളരെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഇല്ലാതെ വളരെ നേരിയ ഒരു ടച്ച് ബ്രഷ് കൊണ്ട് ചെയ്തിട്ടാണ് ഫിഗേഴ്സ് ചെയ്യുന്നത്. കുറച്ചുകൂടി അടുത്ത് നമുക്ക് ഫിഗേഴ്സ് ചെയ്യുന്ന വിധം ഫിഗേഴ്സ് ഇൻ വാട്ടർ കളർ എന്ന രീതിയിലുള്ള മറ്റൊരു വീഡിയോയിൽ പ്രത്യേകം നോക്കാം. ലാൻഡ്സ്കേപ്പിനാണ് പ്രാധാന്യം, ഫിഗേഴ്സിനല്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.